ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ കൊയപ്പ GMLP സ്കൂളിലെ കുട്ടികളും അതിഗംഭീരമായിട്ട് ഈ ഒരു പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്റെ നാട്ടുകാരുടെയും സ്നേഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകത ഉണ്ടല്ലോ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം അല്ലേ? അതിന്റെ ആചരണത്തിന്റെ ഭാഗമായി ചില പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ സ്കൂളില് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ അസംബ്ലി കൂടിയിരിക്കുന്നത്. വർഷത്തെ 2025 പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണെന്നറിയോ? നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് പക്ഷേ പ്രകൃതിക്ക് ഭയങ്കര ഹാനികരമായിട്ടുള്ളതാണ്. എന്താ സാധനം എന്നറിയോ? പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് ഒരു വില്ലനാണ്. ആ വില്ലനെ ഈ ഭൂമുഖത്ത് നിന്ന് നമുക്ക് നാശകരമായ രീതിയിലുള്ള ആ വില്ലനെ ഒന്ന് നമുക്ക് തടഞ്ഞു നിർത്തണം. നമ്മള് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. പ്ലാസ്റ്റിക്കിനെ നമ്മള് ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തണൽ ഇന്ത്യയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ മുഹമ്മദ് അലി ബാബു ആണ്. തേഞ്ഞിപ്പലത്ത് പാണമ്പ്രയിലെ കൊയപ്പ GMLP സ്കൂൾ 100 കൊല്ലത്തിലധികം പഴക്കമുള്ള ഈ സ്ഥാപനത്തിൽ ട്രഡീഷണലായി അതേ രൂപത്തിൽ തന്നെ പഴയ കെട്ടിടങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ വൃക്ഷത്തൈകൾ കുട്ടികളുടെ ക്ലബിലെ മുഴുവൻ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും തൈ നടുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അവരവരെ വീടുകളിലും സ്കൂളിലും നടും. നെക്സ്റ്റ് ഇയർ ഈ സാധാരണ നടൽ ഒരു ചടങ്ങും പിന്നീട് അത് ഫോളോ അപ്പ് ഇല്ലാത്ത സാഹചര്യങ്ങളാണ് പല സന്ദർഭങ്ങളിലും പല സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറ്. എന്നാൽ ഈ കൊയപ്പ സ്കൂളിലെ കുട്ടികൾ ഈ ഈ നടുന്ന ചെടി അടുത്ത തവണ ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള 3 ആളുകൾക്കും അതുപോലെ തന്നെ തൈ നട്ടിട്ടുള്ള അധ്യാപകർ ഏറ്റവും നല്ല അധ്യാപകർക്കും ഇതേ വർഷം ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രത്യേക ഉപഹാരം നൽകുന്നതായിരിക്കും. ഇന്ന് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ടീച്ചർ ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. നാട്ടുകാരിയായിട്ടുള്ള ടീച്ചർ തന്നെ വളരെ ഇഫക്റ്റീവാണ്. പിന്നെ സ്കൂളിൽ നിന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് ചെറിയ മക്കളോട് ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്ത് എന്തെന്ന് പുതിയ ടീച്ചർ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നു. അതിൽ നിന്നും ബോധ്യപ്പെടുന്നത് നല്ല അധ്യാപനമാണ് ഈ സ്കൂളിലെ അധ്യാപകർ നൽകുന്നത് എന്നുള്ളതാണ്. സോ ഐ കൺഗ്രാജുലേറ്റ് ദ ടീച്ചേഴ്സ്. ഈ സമയത്ത് അവരെ പ്രത്യേകം അഭിനന്ദിക്കുക. ഹായ്, ഞാൻ ഇന്നിവിടെ സ്കൂളിൽ ചാർജ് എടുത്ത പുതിയ HM ആണ്. എൻ്റെ പേര് ആനി എഡ്വേർഡ്. ഇന്ന് നല്ലൊരു ദിവസത്തിലാണ് ഞാനിവിടെ എത്തിയത്. ലോക പരിസ്ഥിതി ദിനം.
അപ്പോൾ ഈ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് മാത്രം ഞാൻ ഇവിടെ കേട്ടു. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ കുട്ടികൾക്ക് പരിസ്ഥിതിയോടും കൃഷിയോടുമുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി GMLPS കൊയപ്പ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിനോട് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമൊക്കെ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ നിർമ്മിക്കുന്നവയാണ്. അത് നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ കീടനാശിനികളും അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് അത് സംരക്ഷിക്കാൻ, അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് സുന്ദരേട്ടൻ. ഈ പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് നമ്മൾ എന്താണ് ഏറ്റവും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് പുതിയൊരു HM വന്നിട്ടുണ്ട്. ടീച്ചർ ഇന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിലാണ് ചാർജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെയും നമ്മുടെ സ്കൂളിൻ്റെ ഒക്കെ പേരിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ ടീച്ചറാണ് ഇനി മുതൽ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ആനി ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് സുന്ദരൻ രാജേൽപ്പറമ്പ് തേനിപ്പനാണ് എൻ്റെ വീട്. എൻ്റെ കുട്ടികൾ 2 ആളുണ്ട്, മോനും മോളും. ഇവിടെ ഈ സ്കൂളിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. നല്ലൊരു സ്കൂളാണ് ഇത്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ്. നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയില്ല എത്രയോ വലിയ ആൾക്കാർ, ഉയർന്ന ആൾക്കാർ പഠിച്ചു പോയ ഒരു സ്ഥലമാണ്. നല്ലൊരു സ്കൂളാണ്. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ നല്ല സ്കൂളാണ്. എല്ലാവരും പറയാം നിങ്ങൾക്ക് വരെ നല്ല സ്കൂളാണ്. ടീച്ചർ നല്ല ദിവസമാണ്. ടീച്ചർ ഈ സ്കൂളിൽ കാലുകുത്തി നല്ല ദിവസമാണ്. ആ ടീച്ചർക്ക് നന്ദി പറയണേ. പിന്നെ ഈ ടീച്ചറെ കൂടെ നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർക്ക് നന്ദി പറയണേ. ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് മഞ്ഞൾ, ചേമ്പ്, ചേന അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ 2 ആൾ വർക്ക് ചെയ്യാറുണ്ട് കൃഷി. യൂണിവേഴ്സിറ്റി കച്ചവടത്തിനാണെങ്കിലും എനിക്ക് ഏറ്റവും താല്പര്യം കൃഷിയോടാണ്. കൃഷി ആ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. സുന്ദരേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഈ പ്രദേശത്തുള്ള ഒരു ജൈവ കർഷകനാണ്. എന്താ ജൈവ കർഷകൻ എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം നിറഞ്ഞതാണ്. പക്ഷേ നല്ല ശുദ്ധമായ വിഷാംശങ്ങളൊന്നുമില്ലാത്ത നല്ല പഴങ്ങളും പച്ചക്കറികളും അതുപോലെ അരിയും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കർഷകനാണ് സുന്ദരേട്ടൻ. അപ്പൊ ഈ ദിനത്തില് നമ്മുടെ സുന്ദരേട്ടനെ ആദരിച്ചേ പറ്റൂ. നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല ജൈവ കർഷകനായിട്ടുള്ള സുന്ദരേട്ടൻ ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിനെ സംരക്ഷിച്ചുകൊണ്ട് നല്ല ജൈവ കൃഷി നടത്തി വിഷമില്ലാത്ത ഭക്ഷണം ആൾക്കാർക്ക് നൽകുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് നമ്മുടെ കർഷകൻ കൂടിയായിട്ടുള്ള സുന്ദരേട്ടൻ. നിങ്ങൾ ആ ചെടിയെ ഇഷ്ടപ്പെടണം. ഉമ്മേനെ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതേപോലെ ആ ചെടിയെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. അങ്ങനെ അതിനെ സംരക്ഷിക്കണം.